Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കാൻലിവർ സ്ലാബിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ എ കാൻലിവർ സ്ലാബ് ഫോർ ആൻ ഓവർഹാങ് ഓഫ് 2.1 meter and live load on slab consists of 1 kilonewton per meter square and floor finish is 0.8 kilonewton per meter square. We have to use M25 concrete and FE 415 steel. ഇതാണ് നമ്മളെ പ്രോബ്ലം. ഒരു ഓവർ ഹാങ് വരുന്നുണ്ട്. ഒരു കാൻലിവർ സ്ലാബാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഓവർ ഹാങ് വരുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 2.1 meter. 2.1 meter ഓവർ ഹാങ് വരുന്ന ഒരു കാൻലിവർ സ്ലാബ് വരുന്നുണ്ട്. അതിൽ ലൈവ് ലോഡ് വരുന്നത് 1 kilonewton per meter സ്ക്വയറും ഫ്ലോർ ഫിനിഷ് വരുന്നത് 0.8 kilonewton per meter സ്ക്വയറുമാണ്. ഇനി നമ്മളെ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു റൈറ്റ് ഡൗൺ ദി ഗിവൺ ഡാറ്റ. ഗിവൺ ഡാറ്റ എന്ത് ചെയ്യണം? വി ഹാവ് ടു റൈറ്റ് ഡൗൺ. ആദ്യം ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.1 meter. വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് എത്രയാണ്? 230 meter. FCK ഈക്വൽ ടു 25 Pascal MPa. FY ഈക്വൽ ടു 415 MPa. ലൈവ് ലോഡ് ഈക്വൽ ടു 1 kilonewton per meter square. ഫ്ലോർ ഫിനിഷ് ഈക്വൽ ടു 0.8 kilonewton per meter square. ഇനി നെക്സ്റ്റ് വരുന്നത് എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്പാന് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് ഓൺ സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം, ഷിയർ ഫോഴ്സ് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സിക്സ്ത്ത് എന്ന് പറഞ്ഞാൽ ഷിയറിന് ചെക്ക് ചെയ്യുക, ഡിഫ്ലക്ഷന്. സെവൻത്ത് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുക. ദെൻ ഡീറ്റെയിലിങ് വരയ്ക്കുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് സ്പാനാണ്. എഫക്റ്റീവ് സ്പാൻ എങ്ങനെ കണ്ടെത്തുക? ആസ് പെർ IS 456 കാൻലിവർ സ്ലാബിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത്ത് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ക്ലിയർ സ്പാൻ. ഇത് പറയുന്നത് പേജ് 35 IS കോഡിൽ പേജ് 35 ക്ലോസ് 22.2 സിയിലാണ്. അപ്പോൾ ഈ ക്ലോസ് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു കാൻലിവർ സ്ലാബിൻ്റെ അല്ലെങ്കിൽ കാൻലിവർ ബീമിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത്ത് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ക്ലിയർ സ്പാനാണ്. ഇനി നമുക്ക് എഫക്റ്റീവ് സ്പാന് കണ്ടെത്തണമെങ്കിൽ വി ഹാവ് ടു നോ എന്ത്? എഫക്റ്റീവ് ഡെപ്ത്ത് എത്രയെന്ന് നമുക്കറിയണം. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് അറിയണമെങ്കിൽ എന്താണ്? എഫക്റ്റീവ് ഡെപ്ത്ത് നമ്മൾ സാധാരണ കണക്കാക്കൽ ഇറ്റ് ഈസ് സ്പാൻ ബൈ 10 ഓർ ടു സ്പാൻ ബൈ 12. നമ്മൾ എഫക്റ്റീവ് ഡെപ്ത്ത് കണക്കാക്കൽ സ്പാൻ ബൈ 10 ടു സ്പാൻ ബൈ 12 ആണ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് സ്പാൻ ബൈ 12 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന വാല്യൂ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് സ്പാൻ ബൈ 10 ടു സ്പാൻ ബൈ 12 ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ സ്പാൻ ബൈ 12 അസ്യൂം ചെയ്തു. ക്ലിയർ സ്പാൻ എത്ര വരുന്നത്? 2200 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര വരുന്നുണ്ട്? 175. അങ്ങനെ വന്നാൽ ഡെപ്ത് ഓഫ് സ്ലാബ് എന്താണ്? എഫക്റ്റീവ് ഡെപ്ത്ത് എന്താണ്? 175. ഇനി നമുക്ക് ടോട്ടൽ ഡെപ്ത്ത് കണ്ടെത്തണം. ടോട്ടൽ ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത്ത് പ്ലസ് നോമിനൽ കവർ പ്ലസ് ബാർ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2. എഫക്റ്റീവ് ഡെപ്ത്ത് 175 ആണ്. നോമിനൽ കവർ നമ്മൾ സ്ലാബിൽ എടുക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഒരു മോഡറേറ്റ് കണ്ടീഷനിൽ 20 mm ആണ് നോമിനൽ കവറിൻ്റെ ടേബിളൊക്കെ നമ്മൾ പറഞ്ഞു തന്നതാണ്. ആ ടേബിൾ എന്ത് ചെയ്യുക? ഒന്ന് റെഫർ ചെയ്യുക. ഇവിടെ നോമിനൽ കവറിനെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് പേജ് 47 പേജ് 47 ടേബിൾ 16. അതിൻ്റെ നോമിനൽ കവറിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. പേജ് 47
ടേബിൾ അപ്പോൾ ടേബിൾ 16 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റെഫർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഓവറോൾ ഡെപ്ത് ഈക്വൽ ടു എത്രയാണ്, ഓവറോൾ ഡെപ്ത് ഈക്വൽ ടു 200 mm. ഓവറോൾ ഡെപ്ത് 200 mm ആണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് സ്പാൻ എന്തായിരിക്കും, എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് ദാറ്റ് ഈസ് 175 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാൻ എത്രയാണ്, 2100. ദാറ്റ് ഈസ് 2287 വരും. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 2180, ദാറ്റ് ഈസ് 2.18 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് സ്പാൻ കണ്ടെത്തി, എഫക്റ്റീവ് ഡെപ്തും കണ്ടെത്തി. ഇപ്പോൾ എഫക്റ്റീവ് നമ്മൾ കാൻഡിലിവർ സ്ലാബിൽ നമ്മൾ ടാപ്പേഡ് ആയിട്ടാണ് സെക്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് വരുന്ന സ്ഥലത്ത് മാക്സിമം ഡെപ്തും ദാറ്റ് ഈസ് 175 mm എഫക്റ്റീവ് ഡെപ്ത് 175 mm കൊടുക്കും. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദി സ്പാനിൽ വരുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 1/2 to 1/3 ഓഫ് എഫക്റ്റീവ് ഡെപ്ത് അറ്റ് ദി ഫിക്സ്ഡ് എൻഡ്. അപ്പോൾ ഫിക്സ്ഡ് എൻഡിൽ കൊടുക്കുന്നത് എത്രയാണ്, മാക്സിമം ഡെപ്ത് ദാറ്റ് ഈസ് ഫിക്സ്ഡ് എൻഡിൽ കൊടുക്കുന്നത് 175 mm ആയിരിക്കും. ഇനി ഫ്രീ എൻഡിൽ കൊടുക്കുന്നത്, അറ്റ് ഫ്രീ എൻഡ് നമ്മൾ കൊടുക്കുന്നത് 1/2 to 1/3 ഓഫ് എഫക്റ്റീവ് ഡെപ്ത് അറ്റ് ദി ഫിക്സ്ഡ് എൻഡ്. അപ്പോൾ നമ്മൾ സാധാരണ 1/2 കൊടുക്കുന്നുണ്ട്. 1/2 ഓഫ് 175 എന്താണ്, ഇറ്റ് ഈസ് 87.5 ആണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 90 mm എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് എൻഡിൽ 175ഉം ഫ്രീ എൻഡിൽ 90 mm അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് എത്ര വരുന്നത്, ഇറ്റ് ഈസ് 230 mm ആണ്. ഇനി നമുക്ക് ലോഡ് കാൽക്കുലേഷൻസ് ആണ്. ലോഡ് കാൽക്കുലേഷനിൽ നമുക്ക് എന്തറിയാം, നെക്സ്റ്റ് ലോഡ് കാൽക്കുലേഷനാണ്. ആദ്യം നമുക്ക് സെൽഫ് വെയ്റ്റ് കണ്ടെത്തണം. സെൽഫ് വെയ്റ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, നമുക്ക് അതിൻ്റെ ഡെപ്ത് അറിയാം. ഡെപ്ത് എത്രയാണ് വരുന്നത്, മാക്സിമം ഡെപ്ത് ഇറ്റ് ഈസ് 200 mm ദാറ്റ് ഈസ് 0.2 മീറ്റർ ആണ്. പിന്നെ നമ്മൾ സ്ലാബൊക്കെ എടുക്കുന്നത് 1 മീറ്റർ സ്ട്രിപ്പായിട്ട് ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു യൂണിറ്റ് വെയ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 25 kN/m³ ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 0.2 × 1 × 25 ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും, 5 kN/m എന്ന് കിട്ടും. അപ്പോൾ ഡെഡ് ലോഡ് കിട്ടുന്നത് ഇറ്റ് ഈസ് 5 kN/m. ലൈവ് ലോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 kN/m². 1 മീറ്റർ സ്ട്രിപ്പ് വിടുത്ത് എടുത്താൽ 1 × 1 ദാറ്റ് ഈസ് 1 kN/m എന്ന് കിട്ടും. ഇനി ഫ്ലോർ ഫിനിഷ് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോർ ഫിനിഷ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 0.8 kN/m² ആണ്. 1 മീറ്റർ സ്ട്രിപ്പ് എടുത്താൽ 0.8 × 1 kN/m വരും. ആ 0.8 kN/m എന്ന് കിട്ടി. ഇനി ഓവറാൾ എന്ന് പറഞ്ഞാൽ 5 + 1 + 0.8 ദാറ്റ് ഈസ് 6.8 kN/m. ഇതിനെ ഫാക്ടർ ചെയ്താൽ we will get 10.2 kN/m. that is ultimate load എന്താണ്, factored load 10.2 kN/m ആണ്. ഇനി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടെത്തണം. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൻലിവർ ബീമിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് WL²/2 ആണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എങ്ങനെ വരുന്നുണ്ടാവുക, കാൻലിവർ സ്ലാബിൽ ഫിക്സ്ഡ് എൻഡിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. WL²/2 ആണെന്ത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ. അപ്പോൾ ദാറ്റ് ഈസ് W
എൽ സ്ക്വയർ. എൽ എന്താണ്? 2.18. ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്പാൻ ഡിവൈഡഡ് ബൈ 2. ഡബ്ല്യു എത്ര കിട്ടി? 10.2. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10.2 ഇൻറ്റു 2.18 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും? 24.2 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. യൂണിറ്റൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ കിലോ ന്യൂട്ടണിലാണ് എടുത്തത്, മീറ്റർ എടുത്തത്, അതുകൊണ്ടാണ് കിലോ ന്യൂട്ടൺ മീറ്റർ വന്നത്. ഇനി മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു യു ഇൻറ്റു എൽ ആണ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ലോഡ് എന്താണ്? 10.2. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ക്ലിയർ സ്പാൻ ആണ് ഉപയോഗിക്കുക, എഫക്റ്റീവ് സ്പാൻ അല്ല. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എഫക്റ്റീവ് സ്പാൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബെൻഡിങ് മൊമെൻ്റ് ആണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ എഫക്റ്റീവ് സ്പാൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ വി ആർ യൂസിങ് ക്ലിയർ സ്പാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ഡബ്ല്യു, ഒരു കാൻലിവർ സ്ലാബിൻ്റെ മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ് ഡബ്ല്യു യു ഇൻറ്റു എൽ ആണ്. ദാറ്റ് അൾട്ടിമേറ്റ് ലോഡ് 10.2 ആണ്. ക്ലിയർ സ്പാൻ വരുന്നത് ഇവിടെ ക്ലിയർ സ്പാൻ വരുന്നത് എന്താണ്? 2.1 ആണ്. അപ്പോൾ നമുക്ക് 21.42 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ചെക്ക് ഫോർ ഡെപ്ത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നമ്മൾ ഫ്ലെക്ചറൽ കൺസിഡറേഷനിൽ എന്ത് ചെയ്യണം? ചെക്ക് ഡെപ്ത് ചെയ്യണം. FE 415 ആയതുകൊണ്ട് MUൻ്റെ ഇക്വേഷൻ 0.138 FCK/PD². ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇതിൽ MU നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 24.2 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അല്ലെങ്കിൽ 24.2 ഇൻറ്റു 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കൊടുക്കാം. ഇത് ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ് ചെയ്യുന്നത്. FCK എന്ന് പറഞ്ഞാൽ 25 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1000 mm ആണ്. നമ്മൾ 1 മീറ്റർ വിഡ്ത്തുള്ള സ്ട്രിപ്പ് ഓഫ് സ്ലാബ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ B എത്രയാണ്? 1000 ആണ്. FCK 1000 mm യൂണിറ്റ്. FCK വരുന്നത് എന്താണ്? 25 ആണ്. MU അറിയാം 24.2 കിലോ ന്യൂട്ടൺ മീറ്റർ. അതിനെ നമ്മൾ ന്യൂട്ടൺ മില്ലിമീറ്ററിലോട്ട്, ഇവിടെ ന്യൂട്ടൺ മില്ലിമീറ്ററാണ്, ഇത് ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 24.2 ഇൻറ്റു 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡെപ്ത് ഈക്വൽ ടു 83.7 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? ഫിക്സ്ഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നോടത്ത് തന്നെ നമ്മൾ ഒരു 175 mm കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സേഫാണ്. നമുക്ക് ആവശ്യമുള്ളത് 83. ഫ്ലെക്ചറൽ കൺസിഡറേഷനിൽ നമുക്ക് ആവശ്യമുള്ളത് 83.7 ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ 175 എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫിക്സ്ഡ് എൻഡിന്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് സേഫ്. മാക്സിമം വരുന്നത് എവിടെയാണ്? ഫിക്സ്ഡ് എൻഡിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് MU അറിയാം. PT-ൻ്റെ ഇക്വേഷൻ, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ B ഓർത്തിരിക്കേണ്ടത് 1000 mm ആണ്. എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? ഇറ്റ് ഈസ് 175 mm ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 0.22% കിട്ടും. ഇനി 0.22% ആണെങ്കിൽ AST എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കിട്ടി. ഇനി നമുക്ക് AST കണ്ടെത്തണം. AST എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ AST/BD ആണ്. അപ്പോൾ AST എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇൻറ്റു BD. B എത്രയാണ്? B എന്ന് പറഞ്ഞാൽ 1000 mm ഇൻറ്റു 175 mm. ദാറ്റ് ഈസ് PT പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 0.22/100. അപ്പോൾ ദാറ്റ് ഈസ് 0.2% എന്ന് പറഞ്ഞാൽ 0.22/100 ഇൻറ്റു
1000 ഇൻറ്റു 175 ദാറ്റ് ഈസ് 385 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കും. അപ്പോൾ AST റിക്വയർഡ് എത്രയാണ്? 385 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. മിനിമം നമ്മൾ എത്രയെങ്കിലും കൊടുക്കണം. ആസ് പെർ IS കോഡ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. സ്ലാബിൽ FE 415 ഉപയോഗിച്ചാൽ 0.12% ആണ്. ദാറ്റ് ഈസ് 0.12% ഓഫ് BD. ദാറ്റ് ഈസ് 0.12/100 ഇൻറ്റു B എന്ന് പറഞ്ഞാൽ 1000ഉം D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 200 ആണ് ഓവറോൾ ഡെപ്ത്. ദാറ്റ് ഈസ് 240 മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ മിനിമം നമ്മൾ 240 എങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ 0.12% എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. പക്ഷേ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? 385 കൊടുത്തിട്ടുണ്ട്. മിനിമത്തിനേക്കാളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് 8 mm ബാർസ് ആണ്. 8 mm ബാർസ് യൂസ് ചെയ്താൽ അതിൻ്റെ 8 mm ബാർസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 5/4 × 8 സ്ക്വയർ ദാറ്റ് ഈസ് 15.3 mm സ്ക്വയർ എന്ന് കിട്ടും. ഇനി അതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 mm ഒരു ബാറിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ AST ഇൻറ്റു 1000 എടുക്കുന്ന കാരണം എന്താണ്? നമ്മൾ 1 മീറ്റർ സ്ട്രിപ്പ് എടുക്കുന്നതുകൊണ്ടാണ്. ദാറ്റ് ഈസ് 50.3 ഡിവൈഡഡ് ബൈ 385 ഇൻറ്റു 1000 ദാറ്റ് ഈസ് 130.64. അപ്പോൾ നമ്മൾ എന്താണ്? അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ചെയ്തിട്ട് 130 മില്ലിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് കൊടുക്കും. അപ്പോൾ പ്രൊവൈഡ് 8 mm ബാർസ് അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള AST എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏരിയ ഓഫ് 1 ബാർ ഡിവൈഡഡ് ബൈ സ്പേസിങ് ഇൻറ്റു 1000 ആണ് എന്ത്? നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 130 mm സ്പേസിങ് പ്രൊവൈഡ് ചെയ്താൽ അപ്പോഴുള്ള ആക്ച്വലായിട്ടുള്ള AST ദാറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്താൽ സ്മോൾ AST എന്താണ്? ഇറ്റ് ഈസ് 50.3 ആണ്. സ്പേസിങ് എന്താണ്? 130 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇറ്റ് ഈസ് 386.92. അപ്പോൾ 387 എന്ന് കിട്ടും. 387 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. യൂണിറ്റ്സ് ഒന്നും മറക്കരുത്. ഇനി ചെക്കിങ് അത് മാക്സിമത്തിലോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ സ്പേസിങ്. സ്പേസിങ് എന്തായിരിക്കണം? ഷുഡ് നോട്ട് അപ്പോൾ മാക്സിമം സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 3D അല്ലെങ്കിൽ 300 mm ആണ്. ഇതിൽ ലെസർ വാല്യൂ 3D എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 175 mm ദാറ്റ് ഈസ് 525. അല്ലെങ്കിൽ 3 × 90 mm 270 mm. 90 നമ്മൾ ഫ്രീ എൻഡിൽ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ 300 mm ഇതിൽ ലെസർ വാല്യൂ ആണ് മാക്സിമം സ്പേസിങ് വരേണ്ടത്. അപ്പോൾ നമ്മൾ 270 mm ലെസർ ഏറ്റവും 270 mm എങ്കിലും മിനിമം സ്പേസിങ് കൊടുക്കണം. അല്ല, മാക്സിമം സ്പേസിങ് വരും. മിനിമം അല്ല, മാക്സിമം സ്പേസിങ് വരേണ്ട എത്രയാണ്? 270 mm ആണ്. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? 130 mm. അപ്പോൾ സ്പേസിങ് എന്താണ്? ഓക്കെ ആണ്. മാക്സിമത്തിന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഷിയർ ചെക്ക് ചെയ്യണം. ഷിയർ ചെക്ക് ചെയ്യാൻ നമ്മൾ അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് 21.42. ഇനി ഷിയർ സ്ട്രെസ് കണ്ടെത്താൻ VU/BD നമുക്ക് ഇക്വേഷൻ അറിയാം. VU എത്രയാണ്? 21.42 kN ആണ്. 10⁻³ ഡിവൈഡഡ് ബൈ B എത്രയാണ്? 1000 mm ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 175. ദാറ്റ് ഈസ് ടോവി എത്ര കിട്ടും? നോമിനൽ ഷിയർ സ്ട്രെസ് നമുക്ക് 0.12 Nm² എന്ന് കിട്ടും. ഇനി പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. ഇനി നമുക്ക് ടോസി കണ്ടെത്തണം. ടോസി കണ്ടെത്താൻ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമുക്കറിയണം. അപ്പോൾ ആക്ച്വൽ പ്രൊവൈഡർ പെർസെൻറ്റേജ് എത്രയാണ്? 386 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. AST പ്രൊവൈഡർ 387 ആണ്. 386.92 നമ്മൾ 387 എടുത്തു ഇൻറ്റു. അപ്പോൾ ആക്ച്വലായിട്ട് എന്ന് പറഞ്ഞാൽ 100 AST/BD കണ്ടെത്തണം. ദാറ്റ് ഈസ് 100 ഇൻറ്റു AST എന്ന് പറഞ്ഞാൽ 386.92 ഡിവൈഡഡ് ബൈ B എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 175. ദാറ്റ് ഈസ് 0.221% എന്ന് കിട്ടും.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ, ഈ ടോസി വാല്യൂ കണ്ടുപിടിക്കലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ടേബിൾ 19 IS 456 അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ടോസി വാല്യൂ ഇൻ ബിറ്റ്വീൻ 0.15 to 0.25 ആണെന്ത് 0.22 വരുന്നത്. അപ്പോൾ 0.15 0.29 0.25% 0.36 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോസി വാല്യൂ ഫോർ 0.22 നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ 0.339 ആണ്. അപ്പോൾ ടോവി എത്ര വരുന്നത്? ടോവി 0.12 ആണ്. നമ്മൾ ടോസി ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എത്രയുണ്ട്? 0.33 ഉണ്ട്. അപ്പോൾ ടോസി ഗ്രേറ്റർ ദാൻ ടോവി ആയതുകൊണ്ട് ഓക്കെ ആണ്. ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് സേഫ് ഫോർ ഷിയർ ആണ്. ഇനി ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചെക്ക്. ഡിഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ബേസിക് വാല്യൂസ് ഓഫ് LBD റേഷ്യോ, സ്പാൻ ടു ഡെപ്ത് റേഷ്യോ 23.2.1 ക്ലോസ് 23.2.1 ഈ ക്ലോസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ബേസിക് വാല്യൂസ് ഓഫ് സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ കിട്ടും. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് 7/4 കാൻലിവർ സ്ലാബ് ആണ്. ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്. മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അറിയണം. അതുപോലെ തന്നെ എന്ത് വേണം? FS അറിയണം. FS എന്ന് പറഞ്ഞാൽ 0.58 FI ഇൻറ്റു AST റിക്വയർഡ് ബൈ AST പ്രൊവൈഡ്. നിങ്ങൾ പേജ് 38 ഫിഗർ 4 നോക്കിയാൽ മതി മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടെത്താൻ. പേജ് 38 ഫിഗർ 4. അപ്പോൾ ഈ ഫിഗർ 4 എന്നാണ് എന്ത് ചെയ്യുന്നത്? IS കോഡിൽ പേജ് 38 ഫിഗർ 4 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടെത്തുന്നത്. മോഡിഫിക്കേഷൻ ഫാക്ടറിൽ നിങ്ങൾ ഗ്രാഫ് നമ്മൾ കാണിച്ചതാണ്. അതിൽ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, പിന്നെ മോഡിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്, പിന്നെ FS ഉണ്ട്. FS കണ്ടുപിടിക്കാനുള്ള അതിന് താഴെ കാണിക്കുന്നുണ്ട് 0.85 FI ഇൻറ്റു AST റിക്വയർഡ് ബൈ AST പ്രൊവൈഡർ. അപ്പോൾ നമുക്ക് 0.58 ഇൻറ്റു FI എന്താണ്? 415 ആണ്. AST റിക്വയർഡ് 385 AST പ്രൊവൈഡർ എന്താണ്? 386.92 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 239.5 Nm/mm². അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 ആണ്. ആ ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ LBD മാക്സിമം വരേണ്ടത് എത്രയാണ്? ഇറ്റ് ഈസ് 7 ഇൻറ്റു 2 ദാറ്റ് ഈസ് 14 ആണ്. LBD മാക്സിമം വരേണ്ടത് ഇറ്റ് ഈസ് 14 ആണ്. പക്ഷേ നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? MM ഇല്ല, 12 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം 14 വരെ പോവാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 12 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഓക്കെ. LBD മാക്സിമം ഈസ് ഗ്രേറ്റർ ദാൻ LBD പ്രൊവൈഡഡ്, ഹെൻസ് ഇറ്റ് ഈസ് ഓക്കെ, സാറ്റിസ്ഫാക്ടറി ആണ്. ഇനി നമുക്ക് അതിന് ചിത്രം വരക്കാം. ഇവിടെ ഡീറ്റെയിലിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതാണ് സപ്പോർട്ട് വരുന്നത്. 230 mm സപ്പോർട്ട് വരുന്നത്, 230 mm. ഇനി ടോട്ടൽ വിഡ്ത്ത് എത്ര വരുന്നത്? ഫിക്സഡ് എൻഡിൽ 200 mm ആണ്. ഫ്രീ എൻഡിൽ നമ്മൾ 90 mm ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 90 mm പ്ലസ് കവർ പ്ലസ് D/2. 90 mm പ്ലസ് കവർ എന്ന് പറഞ്ഞാൽ 20 mm പ്ലസ് D/2 എന്ന് പറഞ്ഞാൽ 8/2 ദാറ്റ് ഈസ് 4. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് വാല്യൂ ഇട്ട് 115 എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 115 mm എന്ന് കിട്ടി ഓവറോൾ ഡെപ്ത്. ഇനി നമ്മൾ കാൻലിവർ സ്ലാബിൽ നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കൽ, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കൽ താഴെയല്ല. നമ്മൾ സിംപ്ലി സപ്പോർട്ടിലേക്ക് നമ്മൾ താഴെയാണ് കൊടുക്കൽ. പക്ഷേ ഇൻ കേസ് ഓഫ് കാൻലിവർ സ്ലാബ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ടോപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടെ നീളത്ത് കാണിച്ചിട്ടുള്ളത്. ഇത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. പിന്നെ സപ്പോർട്ടിലോട്ട് ഇത് വരുന്നത് ഇതിൻ്റെ എന്താണ്? സപ്പോർട്ടിൽ നിന്ന് ഇത് വരുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. അതും കൂടി നമുക്ക് കണ്ടെത്തണം. ഡെവലപ്മെൻറ്റ് ലെങ്ത് എങ്ങനെ കണ്ടെത്തും? ഡെവലപ്മെൻറ്റ് ലെങ്ത്തിന് ഇക്വേഷൻ്റെ 0.87 FI
ദാറ്റ് ഈസ് FS D by 4 tau BD. FS 5 by 4 tau BD. അപ്പോൾ FS എന്ന് പറഞ്ഞാൽ 0.87 FI. ഇതൊക്കെ നമ്മൾ ടോ ബി ഡി ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞതാണ്. ഇക്വേഷനും അതിൻ്റെ ക്ലോസ് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് വാല്യൂസ് ഇക്വലിറ്റി എടുത്താൽ ടോ ബി ഡി എന്ന് പറഞ്ഞാൽ FE 415 ആയതുകൊണ്ട് നമ്മൾ കിട്ടുന്ന വാല്യൂസിന് എന്ത് ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 60% ഇൻക്രീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടോ ബി ഡി കിട്ടുന്നത് 1.4 ആണ് ഫോർ M25 കോൺക്രീറ്റ്. അപ്പോൾ FE 415 ആയതുകൊണ്ട് 60% ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻറ്റു 1.6 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് കിട്ടുന്നത് 0.87. FI എന്ന് പറഞ്ഞാൽ FE 415. FE 415 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബോർസ് എന്താണ്? 8 mm ഇൻറ്റു 4 ഇൻറ്റു ടോ ബി ഡി എന്ന് പറഞ്ഞാൽ ഫോർ M25 കോൺക്രീറ്റ് 1.4 ആണ്. അപ്പോൾ FE 415 ഉപയോഗിക്കുന്നത് 60% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആ ക്ലോസിൽ നോക്കുക, ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ക്ലോസിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 322 mm എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ലെങ്ത് എത്ര കിട്ടും? 322 mm എന്ന് കിട്ടും. $322 mm എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? LD ഇനി വരക്കാം. ഇത് വരുന്നത് മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് വരുന്നത് നമ്മൾ 8 mm ബാർസ് അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് കൊടുത്തു. ഇനി ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമ്മൾ എത്ര കൊടുക്കാറ്? ഇറ്റ് ഈസ് 0.12% ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ സ്പേസിങ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതാം. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് കൊടുക്കുന്നത് നമ്മൾ 0.12% ആണ്. അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ലെങ്ത് എത്ര കിട്ടി? ഇറ്റ് ഈസ് 322 mm. അപ്പോൾ ഈ ഒരു L ഷേപ്പിൽ വരുന്നതാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു L ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരുന്നുണ്ട്? 230 mm ആണ് നമ്മളെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഒരു കവർ 20 mm കുറച്ചാൽ ഈ ഡെപ്ത് ഈ ലെങ്ത് എത്ര വരും? 20 കുറച്ചാൽ നോമിനൽ കവർ കുറച്ചാൽ ഇറ്റ് ഈസ് 210 mm വരും. 210 mm കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എന്ത് വരിക? ഈ ഡിസ്റ്റൻസ് വരിക. ദാറ്റ് ഈസ് 322 mm 210 കുറച്ചാൽ എത്ര വരും? ഇറ്റ് ഈസ് 110 വരും. അപ്പോൾ 112 mm നമ്മൾ എന്ത് കൊടുക്കും? ഈ ഡിസ്റ്റൻസ് കൊടുക്കും. ഇത് 110 112 mm. ഇത് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 210 mm. മൊത്തം നമ്മൾ എന്താണ്? 322 mm എന്ന് കൊടുക്കും. ഇനി ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് 0.12% ഓഫ് BD ആണ്. അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ വാല്യൂ നിങ്ങൾ ഡീറ്റെയിലിങ്ങിൽ ആഡ് ചെയ്യണം. അത് ഞാനിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെൻറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് 0.12% ഓഫ് BD കണ്ടെത്തിയാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ സ്പേസിങ്ങും കണ്ടെത്തുക. അത് നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഡീറ്റെയിലിങ്ങിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് 8 mm ബാർസ് അറ്റ് 8 mm ബാർസ് അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ. ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെൻറ്റ് അത് നിങ്ങൾ അടയാളപ്പെടുത്തണം. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് നമ്മൾ അടയാളപ്പെടുത്തി 220 mm, 220 അല്ല 210 mm, ഇത് 112 mm. ഇത്ര കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിലിങ്ങിൽ ഓർക്കേണ്ടതുള്ളൂ. ഇനി
ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മറക്കാതിരിക്കേണ്ടത് ക്യാൻലിവർ ആണെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ ദി ടോപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 4th മൊഡ്യൂൾ കൺക്ലൂഡ് ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? 5th മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.